കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ 1-ലെ 18ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടൈൽസിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഓഫ് ടൈൽസ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടൈല് നമ്മൾ എന്താ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ടൈലും നമ്മൾ നോക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള 3 ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതിന് മുമ്പത്തെ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ ശരിക്ക് കേൾക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എഫേർട്ടിനോടൊക്കെ ഒരു ഗുണം ഉണ്ടാകുള്ളൂ. നേരിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം, ടോപ്പിക്കിലേക്ക് കിടക്കാം. ടൈൽസ് എന്നൊരു ടോപ്പിക്. ടൈൽസ് എന്താണ്? ടൈല് നമ്മൾ ടൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? നമ്മുടെ വീടുകളിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ ഷോപ്പുകളിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ ഒരുപാട് ടൈലുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അല്ലേ? ടൈലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മെയിനായിട്ട് ടൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ തറയിൽ വരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന ആ ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ്, ഒരു ബ്ലോക്സിനെയാണ് നമ്മൾ ടൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലേക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ടൈൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ഓടാണ്. നമ്മൾ റൂഫിംഗ് ചെയ്യുന്ന ഓടാണ് അല്ലേ? അത് റൂഫിംഗ് ടൈൽ എന്ന് പറയും. ഇത്തരത്തിലുള്ള ഒരു തിൻ സ്ലാബുകളെ നമ്മൾ പറയുന്ന പേരാണ് ടൈൽ എന്ന് പറഞ്ഞാൽ. അത് റൂഫിങ്ങിൽ യൂസ് ചെയ്യാം, ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യാം, സീലിങ്ങിന് യൂസ് ചെയ്യാം, വാളിൽ യൂസ് ചെയ്യാം, ഡ്രെയിനേജിൽ യൂസ് ചെയ്യാം, പാർട്ടീഷന് യൂസ് ചെയ്യാം. ഇങ്ങനെ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുമോ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തിൻ സ്ലാബുകളെയാണ് നമ്മൾ ടൈൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ ക്ലേ പ്രൊഡക്ട്സിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഒരു ടൈലും വരുന്നത് അതിൻ്റെ കാറ്റഗറിയിലാണ്. ക്ലേ പ്രൊഡക്ട്സിൻ്റെ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ടൈല്. അപ്പോൾ അന്ന് നമ്മൾ ക്ലേ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂഫിംഗ് മോഡ് ക്ലേൻ്റെ അല്ലെങ്കിൽ റൂഫിംഗ് ടൈൽ മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ള ഏത് ടൈലാണെങ്കിലും നമ്മൾ ആ ടൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലേ പ്രൊഡക്ട്സിൽ ആണ്. അപ്പോൾ നമുക്ക് ടൈലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എ തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് വിച്ച് ആർ ബേൺഡ് ഇൻ കിൻസ്. കിന്നിൽ ബേൺ ചെയ്തെടുത്തിട്ടുള്ള ഒരു തിൻ സ്ലാബുകളെയാണ് നമ്മൾ, തിൻ സ്ലാബ് ആയിട്ടുള്ള ബ്രിക്സിനെയാണ് നമ്മൾ പറഞ്ഞത് ടൈൽ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ബ്രിക്സ് നമ്മൾ എങ്ങനെയാണ് ചൂളയിൽ എടുക്കുന്നത് അതുപോലെ തന്നെ ചൂളയിൽ ഇട്ടെടുക്കുന്ന ഒരു തിൻ സ്ലാബുകളാണ് നമ്മൾ ടൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തിൻ സ്ലാബ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം നമ്മൾ ശരിക്ക് നോട്ട് ചെയ്തേണ്ട പോർഷനാണ്. തിൻ സ്ലാബ് ഓഫ് ബ്രിക്സ് വിച്ച് ആർ ബേൺഡ് ഇൻ കിൻസ്, അതാണ് ടൈൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. രണ്ടാമതൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ തിന്നർ ദാൻ ബ്രിക്സ് ആണ്. ബ്രിക്കിനെക്കാളിലും വളരെ തിന്നായിട്ടാണ് ഈ സ്ലാബ് അല്ലെങ്കിൽ നമ്മുടെ ഈ ടൈല് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കെയർഫുള്ളി ആയിട്ടുള്ള ഹാൻഡിലിംഗ് ആണ് ഇതിന് ആവശ്യമുള്ളത്. ഹാൻഡിൽ കെയർഫുള്ളി, ദെയർഫോർ ഹാൻഡിൽ കെയർഫുള്ളി. ഇറ്റ് ഈസ് തിന്നർ ദാൻ ബ്രിക്സ്. ടൈൽ നമുക്കെപ്പോഴും വരാം, ബ്രിക്സിന് അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല. ദെയർഫോർ ഹാൻഡിൽ കെയർഫുള്ളി. വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഗ്ലേസ്ഡ് ഓർ അൺഗ്ലേസ്ഡ്. ചിലപ്പോൾ ഇത് ഗ്ലേസ്ഡ് ആയിട്ടുള്ള ടൈലുണ്ട്, അൺഗ്ലേസ്ഡ് ആയിട്ടുള്ള ടൈലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഫ്ലോറിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാളിലേക്ക് യൂസ് ചെയ്യുന്നത് ഗ്ലേസ്ഡ് ആയിട്ടുള്ള ടൈൽസാണ്. എന്നാൽ കുറച്ചുകൂടി റഫ് ആയിട്ടുള്ള ടൈൽസും നമുക്കുണ്ട്. അത് ഫ്ലോറിങ്ങിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പേവ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടി റഫായിട്ടുള്ള അല്ലെങ്കിൽ അൺഗ്ലേസ്ഡ് ആയിട്ടുള്ള ടൈലുണ്ട്. അതായത് മുകളിലൊരു ഗ്ലോസി ആയിട്ടുള്ള തിളക്കമുള്ള അല്ലെങ്കിൽ ഗ്ലേസ്ഡ് ആയിട്ടുള്ള ടൈലും അത് ഇല്ലാത്ത ടൈപ്പ് ടൈലും നമുക്ക് അവൈലബിൾ ആണ്. ദേ ആർ ഇൻകംബസ്റ്റിബിൾ ഇൻ നേച്ചർ. ഇൻകംബസ്റ്റിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് കത്തിപ്പിടിക്കാത്തത് എന്നാണ് അർത്ഥം. ഇത് ടൈല് ഒരിക്കലും തീയിൽ അല്ലെങ്കിൽ ഫയർ റെസിസ്റ്റൻ്റ് ആണ് നമുക്ക് പറയാം. കാരണം എന്താണ്? ഇത് മുകളിൽ പറഞ്ഞ പോയിന്റ് പോലെ കിന്നിൽ ബേൺ ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ, ചൂളയിൽ ചുട്ടെടുത്തൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഇൻകംബസ്റ്റിബിൾ ആണ്. ഇത് തീ പിടിക്കാത്ത നാച്ചുറായിട്ടുള്ള ഒരു സാധനമാണ് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈൽസ് ആർ അൺഅഫക്റ്റഡ് അണ്ടർ ലൈറ്റ്. ലൈറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ ടൈലിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ടൈൽസ് ആർ അൺഅഫക്റ്റഡ് അണ്ടർ ലൈറ്റ്.
അതായത് സൂര്യപ്രകാശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈറ്റ് കൊണ്ടോ മറ്റെന്തെങ്കിലും ഇതിന് മാറ്റങ്ങൾ വരിക, ഇതിൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ മാറ്റങ്ങളൊന്നും ഇതിന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും റൂഫിങ്ങിനൊന്നും ഈ ടൈൽ യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നമ്മളെ പോയിന്റുകൾ നോക്കാം. ടൈൽ എന്ന് പറഞ്ഞാൽ തിൻ സ്ലാബ് ഓഫ് ബ്രിക്ക് വിച്ച് ആർ ബേൺഡ് ഇൻ കിൻസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? തിന്നർ ദാൻ ബ്രിക്സ് ദെയർഫോർ ഹാൻഡിൽ കെയർഫുള്ളി. മൂന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മേ ബി ഗ്ലാസ്ഡ് ഓർ അൺഗ്ലാസ്ഡ്. നാലാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദേ ആർ ഇൻകംപ്യൂസിബിൾ ഇൻ നേച്ചർ. അവസാനത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നത് ടൈൽസ് ആർ അൺഅഫക്റ്റഡ് അണ്ടർ ലൈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈലിന് വേണ്ടി നമ്മൾ പറയുന്നത്. ഈ ഒരു പോയിന്റുകളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ടൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പോയിന്റുകളാണ് എഴുതേണ്ടത്. നമുക്ക് അടുത്തേക്ക് പോവാം. മാനുഫാക്ചറിങ് ഓഫ് ടൈൽസ്. ടൈലിൻ്റെ മാനുഫാക്ചറിങ്. നമ്മൾ ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പഠിച്ചു. എന്തൊക്കെയാണ് ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പഠിച്ചത്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, മൗൾഡിങ്, ഡ്രൈയിങ്, പിന്നെ ബേണിങ്. അതേപോലെ തന്നെയാണ് മാനുഫാക്ചറിങ് ഓഫ് ടൈലിനുള്ളത്. മാനുഫാക്ചറിങ് ഓഫ് ടൈലിൻ്റെ ഫസ്റ്റ് പോയിന്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ തന്നെയാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറഞ്ഞാൽ ടൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെരി ഫൈൻ ആയിട്ടുള്ള ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ബ്രിക്കിനേക്കാളും കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള ക്ലേ ആണ് നമ്മൾ ടൈലിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം ടൈൽ ബ്രിക്കിനെക്കാളിലും തിന്നായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് മാനുഫാക്ചറിങ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ തന്നെയാണ്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്കിന് എങ്ങനെയാണോ ഒരു ക്ലേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏകദേശ സ്റ്റെപ്പുകളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ഇൻ ടൈൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗൾഡിങ് ആണ്. നമ്മൾ ഈ ക്ലേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ടൈലിൻ്റെ രൂപത്തിലേക്ക് ടൈലിനെ മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് മൗൾഡ്. ടൈലിൻ്റെ ഷേപ്പിലേക്ക് ടൈലിൻ്റെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മൗൾഡിങ്. ഇത് രണ്ട് രീതിയിലുണ്ട്. ക്ലേ പ്രസ്ഡ് ചെയ്തിട്ടുള്ള പ്രസ്ഡ് ആയിട്ടുള്ള മൗൾഡ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെ മറ്റു രീതിയിൽ നമ്മൾ ഒരു അച്ചിലേക്ക് അല്ലെങ്കിൽ മൗൾഡിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്ന ടൈപ്പ് മൗൾഡിങ് ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും പ്രസ്ഡ് ആയിട്ടുള്ള മൗൾഡിങ് ആണുള്ളത്. ഒരു പാറ്റേണോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ വെച്ചിട്ട് ആ ഷേപ്പിലേക്ക് ക്ലേനെ പ്രസ് ചെയ്ത് മാറ്റുന്ന ടൈപ്പുള്ള ഒരു മൗൾഡിങ് ആണ് മാനുഫാക്ചറിങ്ങിലുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈയിങ് എന്നാണ് പറഞ്ഞത്. ഡ്രൈയിങ് നമ്മൾ നാച്ചുറൽ ഡ്രൈയിങ്ങും ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ബ്രിക്കിൽ. അതേപോലെ തന്നെയുള്ള ഒരു ഡ്രൈയിങ് ആണ് മാനുഫാക്ചറിങ് ഓഫ് ടൈലിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്കുള്ളത്. ഇത് പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നാച്ചുറൽ ഡ്രൈയിങ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആണെങ്കിലും ഒരിക്കലും നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഇതിന് ഡയറക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമ്മൾ ഒരിക്കലും നാച്ചുറൽ ഡ്രൈയിങ് ചെയ്യണമെങ്കിൽ ഡ്രൈയിങ് അണ്ടർ ഷെയ്ഡാണ്. നമ്മളൊരു ഷെയ്ഡിന് താഴെയാണ് ഇത് ഡ്രൈ ചെയ്യാൻ കഴിയുള്ളൂ. ഡയറക്റ്റ് സൺ ലൈറ്റ് അല്ലെങ്കിൽ സൺ ഹീറ്റൊന്നും ഇതിലേക്ക് ഹിറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല. കാരണം ഇതിന് വാർപ്പിങ്ങും ക്രാക്കിങ്ങും വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് തിന്നർ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ വാർപ്പിംഗ്, അതായത് ഇതിൻ്റെ സൈഡുകളൊക്കെ വളഞ്ഞ് മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ വളഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇതിൽ ക്രാക്ക് വീഴുക, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ മഴയുടെ കാരണം ഒക്കെ നമ്മൾ പറയാം, അത് ബ്രിക്കിനും ബാധകമാണ്. എന്നാലും സൺ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ സൺ റേൻ്റെ പ്രശ്നം ഇതിന് ഡ്രൈയിങ്ങിൻ്റെ സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു അണ്ടർ ഷെയ്ഡിലാണ് ഈ ഒരു ഡ്രൈയിങ് പ്രോസസ്സ് നടത്തുന്നത്. നാലാമത്തെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ബേണിങ്. ഇതിൻ്റെ ബേണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കിന്നിൻ്റെ പേര്, നമ്മൾ ബ്രിക്കിന് ബേൺ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. രണ്ട് ടൈപ്പ് കിന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ക്ലാം ബേണിങ്ങും കിൻ ബേണിങ്ങും പറഞ്ഞു. കിൻ ബേണിങ്ങിൽ തന്നെ നമ്മളൊരു 3-4 ടൈപ്പ് കിൻസ് ഒക്കെ പഠിച്ചു അല്ലേ. എന്നാൽ ഇവിടെ ടൈലിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ബേൺ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കിന്നിൻ്റെ പേരാണ് സൈൽകോട്ട് കിൻ. അത് ശരിക്കും പഠിച്ചു വെക്കുക, പേര് ശരിക്കും മനസ്സിലാക്കുക. സിയാൽ കോട്ട് കിൻ എന്നാണ് മാനുഫാക്ചറിങ് ഓഫ് ടൈലിൽ നമ്മൾ ബേണിങ്ങിന് യൂസ് ചെയ്യുന്ന കിന്നിൻ്റെ പേര് സിയാൽ കോട്ട് കിൻ എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങൾ ആണ് മാനുഫാക്ചറിങ് ഓഫ് ടൈൽ എന്നുള്ളത് വരുന്ന സ്റ്റെപ്പുകൾ. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടൈൽ എന്നുള്ളതാണ്. ഒരു നല്ല ടൈലിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു നല്ല ടൈൽസിന് വേണ്ട ഗുണങ്ങൾ?
നിങ്ങളൊന്ന് ഓർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഓക്കെ, ഫ്രീ ഫ്രം ക്രാക്സ് ആൻഡ് ബെൻസ്. ഇത് ഒരിക്കലും ടൈലിൽ ഒരിക്കലും ക്രാക്ക് ഉണ്ടാവാൻ പാടില്ല, അതുപോലെ തന്നെ ബെൻഡ് ഉണ്ടാവാൻ പാടില്ല അല്ലേ. ക്രാക്ക് ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും അത് സെലക്ട് ചെയ്യാറില്ല. കാരണം നമ്മൾ ഈ മഴയിൽ നിന്നും ഒക്കെയാണ് നമുക്ക് സംരക്ഷണം നൽകുന്ന സംഭവമാണ് ടൈൽ എന്ന് പറഞ്ഞാൽ. അതിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ മഴവെള്ളം ചോരും, നമ്മുടെ പർപ്പസ് നടക്കൂല. അതുപോലെ തന്നെ ബെൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലേ ചെയ്യാൻ സാധിക്കൂല അല്ലേ. നമ്മൾ അടിക്കടിക്കാണ് ടൈല് വെക്കാറ്. ഇങ്ങനെ അടിക്കടിക്ക് വെക്കണമെങ്കിൽ അതിന് ബെൻഡ് ഉണ്ടായാൽ അത് നടക്കൂല, അത് യോജിക്കാതെ വരും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റെഗുലർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. എല്ലാത്തിനും ഒരു റെഗുലർ ഷേപ്പും വേണം, അതുപോലെ തന്നെ സൈസും വേണം. റെഗുലർ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അടുക്കി വെക്കാനോ അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്, ലേയിങ് അറേഞ്ച്മെൻറ്റ് ക്ലിയർ ആക്കാൻ കഴിയില്ല. ഡിഫറെൻറ്റ് സൈസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സൈസ് പാറ്റേൺ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സൈസ് ഡിഫറെൻ്റ് ഒരു റെഗുലർ ആയിട്ടുള്ള സൈസ് അല്ലെങ്കിൽ നമുക്കൊരിക്കലും അത് യോജിക്കാൻ കഴിയില്ല. അതിൽ ഗ്യാപ്പുകൾ വരും, അത് നമുക്ക് യൂസ്ഫുൾ ആവില്ല. അതുപോലെ തന്നെ ഷേപ്പിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. റെഗുലർ ഷേപ്പ് അല്ലെങ്കിൽ നമുക്കൊരിക്കലും അത് കറക്റ്റായിട്ടുള്ള ലേ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് വെൽ ബേൺഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹാർഡ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. നന്നായി ചൂളയിൽ ബേൺ ചെയ്തിട്ടുള്ള ബ്രിക്ക് ആയിരിക്കണം, എന്നാലേ അതിന് പ്രോപ്പറായിട്ടുള്ള ഹാർഡ്നെസ്സും ഡ്യൂറബിലിറ്റി എല്ലാം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെൽ ബേൺഡ് ആയിട്ടുള്ള ടൈലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല ഹാർഡ്നെസ്സുള്ള ടൈലായിരിക്കണം, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഉള്ള ടൈലായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗിവ് ക്ലിയർ റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക് വിത്ത് ഹാൻഡ്. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് മുട്ടി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള റിംഗിങ് സൗണ്ട് നമുക്ക് കേൾക്കണം. നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിൻ്റെ റിംഗിങ് സൗണ്ട് കേൾക്കുക എന്നുള്ളത്. നമ്മൾ ബ്രിക്കിലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെ മുട്ടി നോക്കുമ്പോൾ സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു റിംഗിങ് സൗണ്ട്, ക്ലിയർ റിംഗിങ് സൗണ്ട് കേൾക്കുന്നുണ്ടോ. ഇങ്ങനെ ടൈലിലും നമ്മൾ റിംഗിങ് സൗണ്ട്, ഗുഡ് റിംഗിങ്, ക്ലിയർ ആയിട്ടുള്ള റിംഗിങ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സിൽപ്പെട്ട ഒരു കാര്യമാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റ് പ്രോപ്പർലി വെൻ പ്ലേസ്ഡ് ഇൻ പൊസിഷൻ. നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ ബാക്കി തന്നെയാണ്. നമ്മൾക്ക് ഇത് റെഗുലർ ഷേപ്പ് സൈസ് ആണെങ്കിൽ അല്ലെങ്കിൽ ബെൻഡില്ലാത്ത ഒരു ടൈലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ പ്രോപ്പർ പ്ലേസിൽ, പ്രോപ്പർ പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഈ ഒരു ടൈല് നമ്മൾ എടുത്തിട്ടുള്ള ടൈല് അതിനെ പ്രോപ്പറായിട്ട് അതിൻ്റെ പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം, ഒരു മെറ്റീരിയൽ ആയിരിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണത്തിൽപ്പെട്ടതാണ്. ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂണിഫോം കളറായിരിക്കണം, അതുപോലെ തന്നെ കോമ്പാക്റ്റ് സ്ട്രക്ചർ ആയിരിക്കണം. യൂണിഫോം കളറായിട്ടില്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസിനെ അത് നമുക്ക് ബാധിക്കും. പലതും പല കളറുകളായി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് അപ്പിയറൻസിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് യൂണിഫോം കളർ. പിന്നെ പറഞ്ഞിട്ടുള്ളത് കോമ്പാക്റ്റ് സ്ട്രക്ചർ ആയിരിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് വോയിഡ്സ് ഉണ്ടാവാൻ പാടില്ല. എല്ലാ മിനറൽസും അതിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസും എല്ലാം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള എല്ലാ തരികളും വളരെ അടുത്തടുത്ത് കോമ്പാക്റ്റ് ആയിട്ടിരിക്കണം. അതൊരിക്കലും വോയിഡ് ഉണ്ടാവാൻ പാടില്ല. വോയിഡ് ഉണ്ടായാൽ അതിൽ വാട്ടർ അബ്സോർപ്ഷൻ കൂടും, അതുപോലെ തന്നെ അതിന് സ്ട്രെങ്ത് കുറയും. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഇത് കോമ്പാക്റ്റ് അല്ലാത്ത ഒരു സ്ട്രക്ചർ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുഡ് ക്യാരക്ടറിസ്റ്റിക്കിൽപ്പെട്ടതാണ് കോമ്പാക്റ്റ് സ്ട്രക്ചർ ആയിരിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ യൂണിഫോം കളറായിരിക്കുക എന്നുള്ളത്. അത് ഇത്രയും 6 പോയിന്റുകളാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടൈലിൽ ഇവിടെ നോക്കുന്നത്. ബാക്കി നിങ്ങളുടെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. നമ്മുടെ ഒരു CMEയുടെ പ്രത്യേകത എന്ന് തന്നെ അത് തന്നെയാണ്. കുറച്ചും കൂടി ഒരു ഫ്രീ ആണ്, ഇത് ഫ്ലെക്സിബിൾ ആണ്. നമ്മുടേതായിട്ടുള്ള കുറേ പോയിന്റ്സ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഇത് നമ്മുടെ പ്രാക്ടിക്കലി നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒക്കെ അനുഭവത്തിൽ നിന്ന് എടുക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഒരു CME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു പോയിന്റുകൾ, ബാക്കിയുള്ള പോയിന്റുകൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാവനയിൽ നിന്ന് നിങ്ങൾ എടുത്ത് എഴുതുക. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കുന്ന ടൈപ്പ്. ഇത് ഒന്നും കൂടി നമുക്ക് നോക്കാം, ഏതൊക്കെയാണ് ഈ ക്യാരക്ടേഴ്സ് ഓഫ് ഗുഡ് ടൈൽ. നമ്മൾ ഒന്നും കൂടി വായിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രീ ഫ്രം ക്രാക്സ് ആൻഡ് ബെൻസ് എന്നായിരുന്നു. ഇത് ക്രാക്കിൽ നിന്നും ബെൻഡിൽ നിന്നും മുക്തമായിട്ടുള്ളതായിരിക്കണം. രണ്ടാമത് റെഗുലർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ് വേണം, റെഗുലർ ആയിട്ടുള്ള ഷേപ്പും സൈസും ഇതിന് വേണം. മൂന്നാമത് പറഞ്ഞു വെൽ ബേൺഡ്, ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. ഇത് നന്നായി ബേൺ ചെയ്തതും അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ളതും ഡ്യൂറബിൾ ആയിട്ടുള്ളതും വേണം. നാലാമത് പറഞ്ഞത് ഗീവ് ക്ലിയർ റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക് വിത്ത് ഹാൻഡ്. നല്ലൊരു റിംഗിങ് സൗണ്ട് കേൾക്കണം നമ്മളതിനെ ഹാൻഡ് കൊണ്ട് സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത്.
അഞ്ചാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിറ്റ് പ്രോപ്പർലി വെൻ പ്ലേസ്ഡ് ഇൻ പൊസിഷൻ. പ്രോപ്പർലി അത് ആ പൊസിഷനിൽ പ്ലേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. ആറാമത്തെ പോയിന്റ് യൂണിഫോം കളർ ആൻഡ് കോമ്പാക്ട് സ്ട്രക്ചർ. അത് ഒരു യൂണിഫോം കളർ വേണം, അതുപോലെ തന്നെ ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ആയിരിക്കണം. ഇനി അടുത്ത നമ്മൾ ടോപ്പിക്ക് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ടൈൽസ് ആണ്. ടൈപ്സ് ഓഫ് ടൈൽസ്, ഏതൊക്കെ തരത്തിലുള്ള ടൈലുണ്ട്? നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഒരുപാട് ടൈൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നിങ്ങളൊന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കി, ഏതൊക്കെ ടൈപ്പ് ഓഫ് ടൈലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മൾ ഈ ടൈലിൻ്റെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാണ്. ബേസ്ഡ് ഓൺ അപ്ലിക്കേഷനും ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആൻഡ് മാനുഫാക്ചറിങ്. ഈ രണ്ട് തരത്തിൽ നമ്മൾ ടൈലിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. ബേസ്ഡ് ഓൺ അപ്ലിക്കേഷനും ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ആൻഡ് മാനുഫാക്ചറും. ഇനി ബേസ്ഡ് ഓൺ അപ്ലിക്കേഷനിൽ വരുന്ന ഏതൊക്കെ നോക്കാം. ബേസ്ഡ് ഓൺ അപ്ലിക്കേഷനിൽ വരുന്ന ഒന്ന് റൂഫിംഗ് ടൈലാണ്. നമ്മൾ എവിടെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളതിനനുസരിച്ചാണ് വരുന്നത്. അതായത് ഒന്ന് റൂഫിംഗ് ടൈലാണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെയൊക്കെ റൂഫിങ്ങിൽ നൽകുന്ന ടൈല്, നമ്മൾ മേച്ചിലോടുകൾ എന്നൊക്കെ പറയും അല്ലേ? നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണത്. നമ്മുടെ പഴയ വീടുകൾക്ക് എന്തായാലും ഉണ്ട്, പുതിയ വീടുകൾക്ക് ഇപ്പോൾ ട്രെൻഡി ആയിട്ടും കൊടുക്കുന്നുണ്ട് റൂഫിംഗ് ടൈൽസ്. രണ്ടാമത്തത് ഫ്ലോറിംഗ് ടൈലാണ്. നമ്മൾ താഴെ വിരിക്കുന്നത്, നമ്മൾ തറയിൽ വിരിക്കുന്ന, നമ്മൾ നിലത്ത് വിരിക്കുന്ന ടൈലുകളാണ് റൂഫിംഗ് ടൈല്. ഫ്ലോറിംഗ് ടൈല്. ഫ്ലോറിംഗ് ടൈല് ഫ്ലോറിൽ നമ്മൾ വിരിക്കുന്ന ടൈലുകളാണ് ഫ്ലോറിംഗ് ടൈല്. നമ്മളെ വീടുകളിൽ, നമ്മുടെ കോളേജുകളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. മൂന്നാമത്തത് വോൾ ടൈല്. റൂഫും ഫ്ലോറും പറഞ്ഞ പിന്നെ വോള് പറയാൻ കഴിയില്ല. വോൾ ടൈല് നമ്മുടെ വോളുകളിലെല്ലാം, നമ്മൾ ബാത്റൂമുകളിലാണെങ്കിൽ, കിച്ചണിലാണെങ്കിൽ, അതല്ലെങ്കിൽ നല്ല റൂമുകളിൽ പോലും നമ്മൾ ചെയ്യാറുണ്ട്, വോൾ ടൈലുകൾ കൊടുക്കാറുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്, കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് വോളിൽ ഈ മോയ്സ്ചർ കണ്ടന്റ് നിൽക്കാതിരിക്കാനും, അതുപോലെ തന്നെ വോളിൽ വെള്ളങ്ങളൊക്കെ തട്ടുന്ന സ്ഥലങ്ങളായിട്ടുള്ള കിച്ചണ്, അതുപോലെ ടോയ്ലറ്റ്, ബാത്റൂം, ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ നമ്മൾ വോൾ ടൈൽ കാണാറ്. പിന്നെ ഡെക്കറേറ്റീവ് പേർപ്പസിന് വേണ്ടി നമ്മൾ നമ്മുടെ റൂമുകളിലും ലിവിങ് റൂമുകളിലെല്ലാം കൊടുക്കാറുണ്ട്. നാലാമത്തെ ടൈപ്പ് ഓഫ് ടൈല് പാർട്ടീഷൻ ടൈലാണ്. നമ്മൾ പാർട്ടീഷൻ ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റു സ്ഥലത്തേക്കുള്ള ഒരു ചെറിയ താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ളതായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പാർട്ടീഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈലുകൾ. അഞ്ചാമത് പെർമനന്റ് ടൈല്, നിലത്ത് വിരിക്കുന്ന ടൈലുകൾ. നമ്മുടെ നടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ വിരിക്കുന്ന ടൈലുകൾ, ഇന്റർലോക്ക് പോലത്തെ. ആറാമത്തത് ഡ്രെയിൻ ടൈല്. ഈ ടൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ഹോളുകൾ ഉണ്ടാവും. മഴകളെല്ലാം പെയ്തു കഴിഞ്ഞാൽ, വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹോളിലൂടെ ഒലിച്ചിട്ട് താഴെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ഥലത്തിലേക്ക് പോകുന്നതാണ് ഡ്രെയിൻ ടൈലിൻ്റെ പ്രത്യേകത. ഇത്രയും കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ടൈലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി മെറ്റീരിയൽ ആൻഡ് മാനുഫാക്ചർ മെത്തേഡിൽ നമ്മൾ ടൈലിനെ ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സെറാമിക് ടൈലാണ്. സെറാമിക് ടൈൽ നമ്മൾ ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് പഠിക്കുന്നുണ്ട്. സെറാമിക് ക്ലേയും സെറാമിക്കും കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ കൂടിയിട്ടുള്ള ഒരു ടൈലിനാണ് സെറാമിക് ടൈൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് പോർസലൈൻ ടൈലാണ്. മൂന്നാമത്തത് മൊസൈക്ക് ടൈല്. നാലാമത്തത് നാച്ചുറൽ സ്റ്റോൺ ടൈല്. പോർസലൈൻ ടൈലിനെ കുറിച്ച്, സെറാമിക് ടൈലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. മൊസൈക്ക് ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഫ്ലോറിങ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് മൊസൈക്ക്. ചെറിയ ഗ്രാനൈറ്റ് ചിപ്സുകളും സിമെൻറ്റും ലൈമും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു സംഭവമാണ്. നാച്ചുറൽ സ്റ്റോൺ ടൈൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്റ്റോണിനെ നമ്മൾ ടൈലിൻ്റെ രൂപത്തിലെടുത്തിട്ട് നമ്മൾ ഇത് ലേ ചെയ്യുന്നതാണ്. ഇനി സെറാമിക് ടൈൽ തന്നെ കുറച്ച് ടൈപ്സ് വേറെ ഉണ്ട്. എർത്ത് ആൻഡ് വെയർ ടൈലുണ്ട്, ടെറാക്കോട്ട ആൻഡ് ഫെയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളി വിട്രിഫൈഡ് ടൈലുണ്ട്, ഗ്ലേസ് ടൈലുണ്ട്, സ്റ്റോൺ വെയർ ടൈലുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിൽ ഡീറ്റെയിൽ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും നന്ദി. ഈ ഭാഗങ്ങൾക്ക് വളരെ വിശദമായി നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.